വീട്ടുപേര് കൊള്ളൻപറ്റാന്നാണ്. അനവധി കാലമായിട്ട് നടത്തുന്ന ഒരു കരിങ്കുട്ടിയുടെ ആട്ടവും ഭഗവതിയുടെ കലങ്കരി എന്ന് പറയും പായസം വെക്കും ഉച്ചയോട് കൂടിയിട്ട് അതും കാര്യങ്ങളും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കരിങ്കുട്ടിയാട്ടം എന്ന് പറഞ്ഞാൽ നാളെ നേരം വെളുത്ത് 6 മണിയോട് കൂടിയിട്ട് അവസാനിക്കുള്ളൂ. ഇത് വളരെ എൻ്റെ അച്ഛൻ്റെ അച്ഛനായിട്ടും വളരെ പഴക്കം മുമ്പുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും ഞങ്ങൾ. കരിങ്കുട്ടിയാട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാവിലെ ഉണ്ടായിരുന്നത് ഭഗവതിക്കുള്ള കലങ്കരിയാണ്. കലങ്കരി കഴിഞ്ഞു. പിന്നെ അതിനോട് വെച്ച് തന്നെ ഭഗവതിക്കുള്ള തന്നെയാണ് എഴുന്നള്ളിപ്പ് വരുന്നത്. എഴുന്നള്ളിപ്പും ഭഗവതിക്കുള്ള കാര്യങ്ങൾ തുടങ്ങി 15 വർഷത്തോളമായിട്ടുള്ളൂ. ഇവിടുത്തെ ഈ ഭദ്രകാളി ഭഗവതിയുടെ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഈ വക കാര്യങ്ങളൊക്കെ നടത്തി തുടങ്ങിയത്. വർഷങ്ങളായിട്ട് പുരാതന നമ്മുടെ പൂർവികരായിട്ട് നടത്തി വരുന്നതാണ് കരിങ്കുട്ടിയാട്ടം. കരിങ്കുട്ടി എന്ന് പറയുന്ന മൂർത്തിക്ക് വേണ്ടിയിട്ട് നടത്തുന്നതാണ്. പിന്നെ അതിൻ്റെ ഈ ഭൂതഗണങ്ങളായിട്ട് വേറെ ആളുകളുണ്ട്. ഇവിടുത്തെ പൂർവികരായിട്ടുള്ള ആളുകളെ മരണപ്പെട്ടു പോയ ആളുകളായിട്ടുള്ള ഈ പണിമാണം കൊണ്ട ആളുകളുണ്ട്. ആ ആളുകളുടെ പീഠം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയും നമ്മൾ ഈ തോറ്റത്തിൽ വിളിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. എനിക്ക് 56 വയസ്സായി. ഈ 56 വയസ്സായിട്ട് എൻ്റെ അച്ഛനും വലിച്ചന്മാരെ കൂടി കൊണ്ടിറക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ കുറേ ദൈവങ്ങളുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ദൈവങ്ങളുണ്ട്. അങ്ങനെ വിശ്വാസത്തിൽ ഞങ്ങൾ കൊണ്ടിറക്കുന്നത്. ഈ ആയുധക്കളികളൊന്നുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ആർക്കും യാതൊരുവിധ ആപത്തുകളോ ഒന്നുമില്ല. ഇവിടെ കൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ച് വരുന്നവർക്ക് ആ കാര്യങ്ങൾ നടന്നിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. എല്ലാവരും ഇതിൽ ജാതി മതമൊന്നുമില്ല. എല്ലാവരും സഹകരിച്ചിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ പറയുകയാണെന്ന് വെച്ചാൽ ഇത് ഒരു 50 വർഷത്തിന് മേലായിട്ടുണ്ടാവും ഇവിടെ തുടങ്ങിയിട്ട്. 50 വർഷത്തിന് മേലേക്ക് എന്നുവെച്ചാൽ ഞാനൊക്കെ കുട്ടിയായിട്ട് നടക്കുന്ന സമയത്ത് ഇത് കാണുന്നുണ്ട്. അന്നിങ്ങനെ ക്യാമായിട്ടൊന്നുമില്ല. 2 വർഷം 3 വർഷം കൂടുമ്പോഴേക്കാണ് ഈ ആട്ട് നടക്കാറുള്ളൂ. ഇപ്പോൾ അത് സ്ഥിരമായിട്ട് നടക്കലോടെ 25 വർഷത്തിൻ്റെ ഒപ്പമായി സ്ഥിരമായിട്ട് നടക്കുന്നത്. എല്ലാ വർഷവും മെയ് മാസം 1-ാം തീയതി ആയിരുന്നു. ആ 1-ാം തീയതി എന്നുള്ളത് ഇപ്പോൾ പോയിട്ട് 3-ാം തീയതി ശനിയാഴ്ച ആയി. എന്നുവെച്ചാൽ മീനത്തിലെ ആദ്യത്തെ ശനിയാഴ്ച അങ്ങനെ ആക്കിയിട്ടുണ്ട്. അത് കണ്ടമാനം ജനങ്ങൾ ഇവിടെ വന്നിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം കുറവാണ്. അതിൻ്റെ ഒരു കുറവുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് പരിപാടി കഴിഞ്ഞു. ഇനിയൊരു പരിപാടി കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. പിന്നെ ഇത് പറഞ്ഞാൽ ഇതിൻ്റെ തോറ്റങ്ങളെന്ന് പറയും. ഈ തോറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്കുട്ടിയെ അതുപോലെ ഇവിടുത്തെ ഗുരുപ്രേതങ്ങളെ കാര്യങ്ങളൊക്കെ കല്ലെടുക്കോട് മലബാരം പഠിച്ച് സേവിച്ചുള്ള ആൾക്കാരെ കൊണ്ടുള്ള തോറ്റങ്ങളാണ് നടക്കുന്നത്. ആ തോറ്റങ്ങൾ ചെല്ലിപ്പേരുന്ന പുലർച്ച 5:30 മണിയാവും. 5:30 മണിയോടുകൂടി അത് കലാശാവുന്നത്. എന്ന് വെച്ചാൽ മുടിയാട്ടം എന്ന് പറയുന്നത്. ആ മുടിയാട്ടം കഴിഞ്ഞാണ് ഇത് അവസാനിക്കുന്നത്. അത് അവസാനിച്ച് 7 ദിവസം നട അടച്ചിട്ട് 7ൻ്റെ അന്ന് വീണ്ടും ഒരു ചെറിയ പരിപാടി ഇവിടെ നടത്തും. അതാണ് ഇതിൻ്റെ ഐതിഹ്യങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിഞ്ഞിട്ടല്ല. ഇവർ കാണിച്ചിരുന്ന പറഞ്ഞാൽ പഴയ കാരണന്മാർ കാണിച്ചിരുന്നത് ഞങ്ങൾ കൊണ്ടിറക്കുക. എന്നുവെച്ചാൽ ഇപ്പോൾ ഇവിടെ ആയുധാഭ്യാസങ്ങൾ നടക്കുന്നുണ്ട്. ആർക്കും ഒരു ദോഷങ്ങൾ ഇന്ന് വരെയായിട്ട് ഉണ്ടായിട്ടില്ല. അത് ആയുധം കൊണ്ട് കളിച്ചു വെച്ചിട്ട് ഒരു ആസ്പത്രി പോകേണ്ടയോ മറ്റിലൊന്നും വന്നില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാൻ പറഞ്ഞാൽ എനിക്ക് തന്നെ 24 വർഷം മുന്നേ ഞാൻ വീണ് തണ്ടിൽ മുറിഞ്ഞ് കിടന്ന് ബെൽറ്റിട്ട് കിടക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വിളിച്ചപ്പെട്ടത്. അന്ന് വരെ നടക്കാനൊക്കെ ആൾ പിടിക്കേണ്ടായിരുന്നു. ആ വിളിച്ചിട്ട് അതിന് ശേഷം എനിക്ക് ഒരാൾ പിടിക്കേണ്ടി വന്നിട്ടില്ല. ഇന്നും ഞാൻ ആ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ യാതൊരു പ്രശ്നങ്ങളും വന്നില്ല. പണിയെടുക്കുന്നുണ്ട്. അതിനും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ പാചക തൊഴിലാളിയാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല.
പരിപാടിയാണ്. നാഗത്തിൻ്റെ അവിടെ നാഗങ്ങളെ അവിടെ ഞങ്ങൾ പൂജ ചെയ്യാറുണ്ട്. എല്ലാ ശിവരാത്രിൻ്റെ മുന്നേ ആയിട്ട് അവിടെ നാഗങ്ങൾക്ക് പാലും പൊടി കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ മാസം ഇവിടെ പ്രതിഷ്ഠാ ദിനം ദേവിക്ക് പ്രതിഷ്ഠാ ദിനം നടത്താറുണ്ട്.